let's prepare a salad. Shall we prepare a delicious salad with a variety of fruits, vegetables and leaves? അതായത് വിവിധ തരം പഴങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും ഇലകളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രുചിയുള്ള സാലഡ് ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. വാട്ട് ആർ ദ തിങ്സ് ടു കീപ് ഇൻ മൈൻഡ് വെൻ പ്രിപ്പയറിംഗ് അൺകുക്ക്ഡ് ഡിഷസ്? അതായത് നമ്മൾ പാചകം ചെയ്യാത്ത വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. എന്തൊക്കെയാണ്? വി ഷുഡ് വാഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ലീവ്സ് വിത്ത് വാട്ടർ ബിഫോർ യൂസ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ പച്ചക്കറികളും അതുപോലെ തന്നെ പഴങ്ങളും ഇലകളും എല്ലാം നല്ല വെള്ളത്തിൽ കഴുകണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റിമൂവ് ഡേർട്ട്, അതിലെ അഴുക്കുകൾ കളയാൻ വേണ്ടിയിട്ട് അല്ലേ. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം, വി ഷുഡ് നോട്ട് യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ദാറ്റ് ഹാവ് ബീൻ ബിറ്റൻ ബൈ ക്രീച്ചേഴ്സ്. അതായത് ജീവികൾ കടിച്ചിട്ട പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കാതിരിക്കുക. ദെൻ യൂസ് ഓൺലി ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമ്മൾ അഴുകാത്ത ഫ്രൂട്ട്സും വെജിറ്റബിളും യൂസ് ചെയ്യാതെ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അൺകുക്ക്ഡ് ഡിഷസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് സീൻ ഇൻ ദ പിക്ചർ? പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ പിക്ചറിൽ സാലഡ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ഉള്ളത്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ് എല്ലാം ഉണ്ട് അല്ലേ. ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ്? സ്ട്രോബെറി, കിവി, ബ്ലൂബെറി, ഓറഞ്ച് ഒക്കെ ഉണ്ട്. ദെൻ വെജിറ്റബിൾസിൽ ഏതൊക്കെയാ നോക്കൂ. ഓണിയൻ, ക്യാരറ്റ്, ടൊമാറ്റോ. ടൊമാറ്റോ നമുക്കൊരു ഫ്രൂട്ട് ആയിട്ടും പറയാം കേട്ടോ. ടൊമാറ്റോ, ബ്രൊക്കോളി. ദെൻ ലീഫി വെജിറ്റബിൾസിലെ സ്പിനാച്ച് ഒക്കെ കാണുന്നുണ്ട് അല്ലേ. ദെൻ ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് എ സാലഡ് ആൻഡ് ഐഡന്റിഫൈ ദ ഫുഡ് ഐറ്റംസ് ഇൻ ഇറ്റ്. അതായത് ഒരു സാലഡിന്റെ പിക്ചർ നോക്കിയിട്ട് അതിലുള്ള ഫുഡ് ഐറ്റംസ് തിരിച്ചറിയാൻ പറഞ്ഞിരിക്കുകയാണ്. വാട്ട് ഓൾ ഫുഡ് ഐറ്റംസ് വിൽ യു യൂസ് ഇഫ് യു പ്രിപ്പയർ എ സാലഡ്? നിങ്ങൾ ഒരു സാലഡ് ഉണ്ടാക്കുമ്പോൾ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യാന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ഇഫ് വി പ്രിപ്പയർ എ വെജിറ്റബിൾ സാലഡ് വി യൂസ് ദ ഫോളോയിങ് ഫുഡ് ഐറ്റംസ്. നമ്മളൊരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് വെജിറ്റബിൾസ് ലൈക്ക് ഓണിയൻ, ടൊമാറ്റോ, കുക്കുംബർ, carrot, etc. Then leafy vegetables like cabbage, lettuce, spinach, etc. Then salt, pepper powder, curd ഒക്കെ യൂസ് ചെയ്യും കേട്ടോ നമ്മൾ. Then if we prepare a fruit salad, we use fruits like apple, orange, banana, pineapple, grapes, strawberry, kiwi എന്നൊക്കെ പറയാം കേട്ടോ. Then honey and lemon juice. ഇതൊക്കെയാണ് നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ്. Draw the picture of the salad and color it. അതായത് ഒരു സാലഡിന്റെ പിക്ചർ വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസും ഇലക്കറികളും കൂടി ചേർത്തിട്ട് വരയ്ക്കുക കേട്ടോ. ഹൗ ആർ ദീസ് ഫുഡ് ഐറ്റംസ് ബെനിഫിഷ്യൽ ടു അവർ ഹെൽത്ത്? അതായത് ഈ ഫുഡ് ഐറ്റംസ് എങ്ങനെയാണ് നമ്മളുടെ ആരോഗ്യത്തിന് ഗുണകരമാകുന്നത് എന്നാണ്. ദീസ് ഫുഡ് ഐറ്റംസ് ആർ വെരി റിച്ച് ഇൻ ന്യൂട്രിയൻസ് വിച്ച് ഹെൽപ്പ് പ്രിവെന്റ് ഡിസീസസ് ആൻഡ് പ്രോപ്പർ ഗ്രോത്ത്. നമുക്ക് ഡിസീസസ് തടയാൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ വളർച്ചയെ സഹായിക്കുന്നു. ആസ് വി ആർ യൂസിങ് ദീസ് ഫുഡ് ഐറ്റംസ് അൺകുക്ക്ഡ് ദേ വിൽ നോട്ട് ലോസ് ഇറ്റ്സ് ന്യൂട്രിയൻസ്. നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ പാചകം ചെയ്യാതെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അതുകൊണ്ട് അതിലുള്ള പോഷക ഗുണങ്ങൾ നഷ്ടമാവുന്നില്ല. അപ്പൊ ഇതാണ് ബെനിഫിറ്റ്സ്. ക്ലാസിഫൈ ദ കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ് ഫുഡ് ഐറ്റംസ്. അതായത് പാചകം ചെയ്തിട്ടും പാചകം ചെയ്യാതെയും കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ കുക്ക്ഡ്, അൺകുക്ക്ഡ്, അതുപോലെ തന്നെ ബോത്ത് കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ് അങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ. കുക്ക് ചെയ്തിട്ട് മാത്രം കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാന്ന് വെച്ചാൽ സെറിയൽസ്, ട്യൂബേഴ്സ്, മീറ്റ്, ഫിഷ് ഇതൊക്കെ അധികവും നമ്മൾ കുക്ക് ചെയ്തിട്ട് മാത്രം കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ്. അതിൽ റൈസ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ആഡ് ചെയ്യാം വീറ്റ്, കൊളോകാഷ്യ, ചൈനീസ് പൊട്ടാറ്റോ, യാം, പൊട്ടാറ്റോ, ദെൻ ഫിഷ്, മീറ്റ്, ബ്രിഞ്ചാള്, ഡ്രം സ്റ്റിക്ക്, ലേഡീസ് ഫിംഗർ ഇതൊക്കെ നമുക്ക് കുക്ക് ചെയ്തിട്ട് മാത്രം കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ്. ഇനി അൺകുക്ക്ഡ് നമുക്ക് പറയാം. ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഏതാ നമുക്ക് തന്നിരിക്കുന്നത്? ജാവ, ആപ്പിൾ, ചാമ്പയ്ക്ക, ദെൻ ക്യാരറ്റ്, ടൊമാറ്റോ, ഓണിയൻ, കുക്കുംബർ, ക്യാബേജ്, ഓറഞ്ച്, ഗുവ, കസ്റ്റാർഡ് ആപ്പിള്, ഗ്രേപ്സ് ഇതൊക്കെ ഇതാട്ടോ അൺകുക്ക്ഡ്. ദെൻ ബോത്ത് കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ്, അതായത് പാചകം ചെയ്തിട്ടും പാചകം ചെയ്യാതെയും കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ്. ക്യാരറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ടൊമാറ്റോ, ഓണിയൻ, കുക്കുംബർ, ക്യാബേജ്, ബീട്രൂട്ട് ഇതൊക്കെ നമുക്ക് എഴുതാം. ഇനി എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് ഡു വി കൺസ്യൂം ദ മോസ്റ്റ്? നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏത് ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് ആണെന്ന് ചോദിച്ചിരിക്കുകയാണ്. അത് കുക്ക്ഡ് ആണോ അൺകുക്ക്ഡ് ആണോ എന്നാണ് കേട്ടോ. കുക്ക്ഡ് അല്ലേ. ദെൻ വിച്ച് കാറ്റഗറി ഓഫ് ദ ഫുഡ്
ഫുഡ് ഐറ്റംസ് ആർ മോസ്റ്റ്ലി കൺസ്യൂംഡ് റോ. അതായത് കൂടുതലും പച്ചക്കായിട്ട് കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതാണ്? ഫ്രൂട്ട്സ് ആണ് അല്ലെ. അത് ഏത് കാറ്റഗറിയിൽ പെട്ടതാന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. വാട്ട് അബൌട്ട് ദ കുക്ക്ഡ് ഫുഡ് ഐറ്റംസ്? കുക്ക് ചെയ്തിട്ട് മാത്രം കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? സെറിയൽസ്, ട്യൂബേഴ്സ്, ഫിഷ്, മീറ്റ് അല്ലെ. വൈ ഡു വി കുക്ക് ഫുഡ്? നമ്മൾ എന്തിനാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്? ഒരു പോയിന്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ടു ഇൻക്രീസ് ടേസ്റ്റ്, രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് പോയിന്റ് ആയിട്ട് പറയാം ടു മേക്ക് ഡൈജഷൻ ഈസി, ദഹനം എളുപ്പാക്കാൻ വേണ്ടിയിട്ട്. ദെൻ ടു കിൽ ഹാർംഫുൾ മൈക്രോ ഓർഗാനിസംസ്, ഹാനികരമായ സൂക്ഷ്മജീവികളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട്. വി ഹാവ് ലേൺഡ് വാട്ട് ഓൾ ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ആർ നെസസറി ഫോർ എ ഹെൽത്തി ലൈഫ്. ഡു യു നീഡ് ടു മേക്ക് എനി ചേഞ്ചസ് ഇൻ യുവർ ഡയറ്റ്? റൈറ്റ് യുവർ ഒപ്പീനിയൻ. നല്ല ഒരു ആരോഗ്യകരമായ ജീവിതത്തിന് വ്യത്യസ്ത രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് അത്യാവശ്യമാണെന്ന് കണ്ടല്ലോ. നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ വല്ല മാറ്റങ്ങളും വരുത്തണോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നോക്കുക, നമ്മുടെ ഡയറ്റിൽ നമ്മൾ എല്ലാ കാറ്റഗറീസിലുള്ള ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ നോക്കുക. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. നമ്മുടെ ലീഫി വെജിറ്റബിൾസ് ഒന്നും നമ്മുടെ ഡയറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ must include leafy vegetables in my diet. ഒരു പോയിന്റ് ആയിട്ട് പറയാം. then must include fruits ഒന്നും ഉൾപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തണം എന്ന രീതിയിൽ എഴുതാം. then must include tubers and cereals, ട്യൂബേഴ്സും സെറിയൽസും ഒന്നും ഉൾപ്പെടുത്തണില്ലെങ്കിൽ അങ്ങനെ എഴുതാം. then must include fish, egg, milk, ഫിഷും എഗ്ഗും മിൽക്കും ഒക്കെ ഉൾപ്പെടുത്തണം എന്ന് എഴുതാം. അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതാം reduce fried food items, അതായത് എണ്ണയിൽ വറുത്തെടുക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ കുറയ്ക്കുക എന്നുള്ള രീതിയിലും എഴുതാം. നെക്സ്റ്റ് ഫുഡ് ഹാബിറ്റ്സ്. മൈ മെയിൻ ജോബ് ഈസ് ടു ച്യൂ ഫുഡ്. ആരാത് പറയുന്നത്? ടീത്ത് അല്ലേ. എന്താണ്? ഭക്ഷണം ചവച്ചരക്കലാണ് എന്റെ പ്രധാന ജോലി എന്ന് പറയുകയാണ് അല്ലെ. ഡു വി ഈറ്റ് ഫുഡ് വെൽ ച്യൂഡ്? നമ്മൾ ഭക്ഷണം നേരവണ്ണം ചവച്ചരച്ചിട്ട് തന്നെയാണോ കഴിക്കുന്നത്? ഡു യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ച്യൂയിങ് ഫുഡ്? ഭക്ഷണം ചവച്ചരച്ചു കഴിക്കുന്നതിന്റെ പ്രാധാന്യം അറിയോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. അവിടെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഭക്ഷണം ചവച്ചരച്ചു കഴിക്കണം എന്ന് പറയുന്നത്? ഡൈജഷൻ ബിക്കംസ് ഈസി, ഡൈജഷൻ എളുപ്പമാവാൻ വേണ്ടിയിട്ട്, ദഹനം എളുപ്പമാവുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഡിഫറെന്റ് ടേസ്റ്റ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ്, വ്യത്യസ്ത രുചി നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്. റൈറ്റ് ഡൗൺ വെദർ ദ ഫോളോയിങ് ഹാബിറ്റ്സ് ആർ ഗുഡ് ഓർ ബാഡ്. അതായത് ചോട്ടിൽ തന്നിരിക്കുന്ന ശീലങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കൂ. ഈറ്റിംഗ് ഫുഡ് വിത്തൗട്ട് വാഷിംഗ് ഹാൻഡ്സ്, കൈകൾ കഴുകാതെ ഭക്ഷണം കഴിക്കുക. അത് ബാഡ് ഹാബിറ്റ് അല്ലേ? ബാഡ് ഹാബിറ്റ് എന്ന് എഴുതാം. ഈറ്റിംഗ് മീറ്റ് ആഫ്റ്റർ കുക്കിംഗ്, നന്നായി പാചകം ചെയ്തതിനു ശേഷം മാംസാഹാരങ്ങൾ കഴിക്കുക. ഗുഡ് ഹാബിറ്റ് ആണല്ലോ. നെക്സ്റ്റ് യൂസിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്, പഴങ്ങളും പച്ചക്കറികളും നേരവണ്ണം കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. ഗുഡ് ഹാബിറ്റ് ആണല്ലോ. നോട്ട് ഈറ്റിംഗ് ഫ്രൂട്ട്സ് ബൈറ്റൻ ബൈ ക്രീച്ചേഴ്സ്, ജന്തുക്കളെ കടിച്ചിട്ട് പഴങ്ങൾ കഴിക്കാതിരിക്കുക. ഗുഡ് ഹാബിറ്റ് ആണല്ലോ. ഷോയിങ് റിലക്റ്റൻസ് ടു ഡ്രിങ്ക് വാട്ടർ, വെള്ളം കുടിക്കുന്നതിന് താല്പര്യമില്ലായ്മ കാണിക്കുക. അത് ബാഡ് ഹാബിറ്റ് ആണല്ലോ. സഫിഷ്യന്റ് വാട്ടർ നമ്മൾ ഡെയിലി കുടിക്കണം അല്ലേ. നെക്സ്റ്റ് നോട്ട് ഹാവിംഗ് പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ് റഷ്, രാവിലത്തെ തിടുക്കത്തില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുക. ബാഡ് ഹാബിറ്റ് ആണ്. എന്തൊക്കെയാണ് ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്? നല്ല ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം? ഓൾവേസ് വാഷ് ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ്, ഭക്ഷണത്തിന് മുമ്പും പിൻപും കൈകൾ കഴുകുക. ദെൻ വാഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് thoroughly ബിഫോർ യൂസ്, പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കുന്നതിന് മുൻപ് നന്നായി കഴുകുക. ഡ്രിങ്ക് സഫിഷ്യന്റ് വാട്ടർ ഡെയിലി ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാ ദിവസവും കുടിക്കുക. ഡോണ്ട് സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്, പ്രാതല് ഒഴിവാക്കാതിരിക്കുക. ഈറ്റ് മീറ്റ് ഓൺലി ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ ഫുള്ളി കുക്ക്ഡ്, മാംസാഹാരങ്ങൾ നല്ലവണ്ണം പാചകം ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക. വി ഷുഡ് ച്യൂ ഫുഡ് പ്രോപ്പർലി വൈൽ ഈറ്റിംഗ്, നമ്മൾ കഴിക്കുന്ന സമയത്ത് നന്നായി ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഗുഡ് ഫുഡ് ഹാബിറ്റ്സ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.